ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ പുറകെ നീട്ടിട്ടേ ഉള്ളൂ, അത് വേറെ കാര്യം അല്ല. 1 മണിക്കൂറായി. പിന്നെ ഇന്നാണ് ഓണപ്പരിപാടി. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണാൻ ഓണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പോയേക്കാം. നല്ല കാലാവസ്ഥയാണ് തോന്നുന്നല്ലേ? നല്ല കാലാവസ്ഥ. രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട്, കഥകൾ പറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല നല്ല കാലാവസ്ഥ ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാതെ കാലാവസ്ഥ കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഉമ്മ ചൂടില്ലാട്ടോ. മീൻ പിടിക്കാണ് ഗൈസ്. ഈ ഗെയിം എന്താണ്, ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഓണായി കൊടുത്തതാ. ഐസി, എന്തൊക്കെയുണ്ട് വിശേഷം? അടുക്കളയിൽ പോയപ്പോ കേക്കും എനിക്ക്. ഹലോ മമ്മി, ഇത് സാധനം നോക്ക്. എന്താണ്? കുഞ്ഞാവന്റെ വീഡിയോയിൽ ആദ്യം വന്നോട്ടെ, അവിടെ നിൽക്കി കുഞ്ഞാവനെ വിളിച്ചു വന്ന് വീഡിയോ കാണിച്ചു കൊടുത്തത്. ആ കുഞ്ഞാവന്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ വരുള്ളൂ. പേടിക്കണ്ട. ഐറ്റംസ് ഗൈസ്, ഇത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കറി കേട്ടോ. ചെറുപയർ കറി. ഇത് പൈനാപ്പിൾ പച്ചടി, സോറി ബീട്രൂട്ട് പച്ചടി. ഐശ്വര്യന്റെ അമ്മ കേട്ടോ. ഇത് കൂട്ടുകറി. ഇത് മതി അമ്മ കൂട്ടുകറിയൊക്കെ. സാമ്പാർ അടിപൊളി. ഓ, ഐശ്വര്യം വെച്ച കേട്ടോ. ആലപ്പുഴ സാമ്പാറാണേ. ഇത് ഓലൻ. ഇതെന്താ? ഇത് അവിയല്. ഇതിരിക്കേ ഉള്ളൂ. മോട്ടറൊന്നും ഓഫ് ചെയ്യാ. ആയിഷ, ഇതാണ് എന്റെ ഫേവറേറ്റ് കേട്ടോ. ഇനി രസം പൗഡർ മേടിക്കണ്ടല്ലേ? ഇന്നലെ ഒരാളെ രസം പൗഡർ വാങ്ങാൻ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് പറയാ ഒരു അബദ്ധം പറ്റിപ്പോയി. വാങ്ങിച്ചത് സാമ്പാർ പൊടിയാണ്. വീണ്ടും സാമ്പാർ പൊടി. അല്ല, ഇനി തിരിച്ചു പോകാനും പറ്റില്ല. കട പൂട്ടി പാതിരാക്ക അവര് പോയത്. തികയാത്ത ഓന്റെ ഫേവറേറ്റ് സാധനം. ഒരു കാര്യം പറയാം, എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇരുത്താൻ പാടുള്ളൂ. അതുപോലെ കോരി ഇടരുത്. മേശയും ഒക്കെ നമുക്ക് സെറ്റാക്കാം. പുറത്തിരുത്താലോ, പുറത്ത് നീളത്തിൽ കുറച്ച് പേര് ഇരുത്താം അല്ലേ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം, അതൊന്നും വിഷയമല്ല. ഇനി ഗൈസ്, നമ്മുടെ സ്വന്തം ചേച്ചി ഇവിടെ തേങ്ങ ചിരണ്ടുന്നുണ്ട്. എന്താ ചേച്ചി പറയാം? ഓണൊക്കെ കഴിഞ്ഞ് നിന്നിട്ടാണ് ഹാപ്പി ഓണം. നമ്മൾ അത്തപ്പൂക്കൾ എന്തായി? ആളുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. ദോശ ചൂടാണ്. ഐശക്ക് അടുക്കളയിൽ ജോലി എടുക്കാനൊക്കെ അറിയാട്ടോ. അതിവിടെ വേറൊരു കഥയുണ്ട്. അത് അവക്കറിയില്ല. അറിയോ? അപ്പൊ നമ്മളെ പൂക്കളെ കാണിച്ചോ കേട്ടോ. അതോ അത് പറഞ്ഞുതരാം. പൂക്കളം കുറച്ചൊരു ഇതായോ? എന്തായി? ഒന്ന് കിട്ടേ നനവായോ? അതുണ്ടാവും, ഉപ്പല്ലേ. ഒരു പണ്ടത്തെ കാര്യങ്ങൾ സംസാരിക്കട്ടോ. നാട്ടുവർത്താനം പറയണ ഒരു ഇങ്ങനെ എന്താ പറയാ, ഹാപ്പി ഓണം യാസീൻ വ്ളോഗ്സ്. ഒരു ഇങ്ങനെ വലിഞ്ഞോ നനവ്? എങ്ങനെയാ പോവാ ഈ നനവ്? ഉപ്പായതല്ലേ. അയ്യോ, അതുകൊണ്ട് അപ്പതും എന്താ ഉപ്പല്ലേ? എന്താ ഉപ്പിടുന്ന? അല്ല, ഉപ്പിന്റെ മുകളിൽ എന്താ? ബീച്ചിന്റെ സൈഡിലുള്ള വണ്ടിക്ക് വില തുരുമ്പ്. നമ്മൾ അത്ര ചിന്തിച്ചില്ല. ഇനി നമ്മള് സൂപ്പർ ആയിട്ട്. എത്ര മണിക്കാ സാരിയൊക്കെ കൊടുക്കുന്നേ? 11 മതിയോ?
ആ സാരി എടുക്ക. എല്ലാ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആണുങ്ങൾക്കൊന്നുമില്ല. നിങ്ങളൊക്കെ മുണ്ട് ഷർട്ടും കൊണ്ടുവന്നോ ആര് പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ പരിപാടിക്ക് എനിക്കാണ് സാരി വാങ്ങി തന്നെ. ഞാനറിയില്ല. ഉപ്പച്ചിക്ക് കല്യാണത്തിന്റെ മുണ്ടുണ്ട് ഇനി പഴയ മുണ്ട് എടുത്തിട്ടേ ഒക്കെ കറിയാക്കും കൊടുക്കണമെങ്കിൽ ഷർട്ടിനാക്ക് വെള്ള ഷർട്ടാ വെള്ള എന്താ വേണ്ട. ആ റെഡ് ഇല്ലേ അന്ന് വാങ്ങി തന്നെ റെഡ് ഷർട്ട്. ആ റെഡ് ഷർട്ടും വൈറ്റും ഉണ്ടോ? നിങ്ങൾക്ക് ഏത് കളറല്ലേ? ഞാൻ നിക്കാഹിന് പോയി തരാം. നിങ്ങൾക്ക് ഏതാ കളർ? ബ്ലാക്ക്. ഉപ്പച്ചിക്ക് വേറെ ഡ്രസ് ഉണ്ട്. ആയിഷയുടെ ഉപ്പച്ചി ആയിഷന്റെ ഉപ്പച്ചിനെ എന്താ വിളിക്കില്ല? അത്തായിയോ? ഉപ്പച്ചിനെ മാവേലി ആക്കാന്ന് വെച്ചേ. അല്ല എന്താ വിളിക്കില്ല? അത്തായിന്നോ? ഉപ്പച്ചിനെ മാവേലി ആക്കാന്ന് വെച്ചത്. ഉപ്പച്ചി നിക്കാഹിന് ഞാൻ പറഞ്ഞതാ. ആയിഷന്റെ ഉപ്പ അത്തായി എന്നിട്ട് ആയിഷ വിളിക്കുക. ആയിഷന്റെ അത്തായി ബ്ലാക്ക് ആണ്. അത്ത ബ്ലാക്ക് ആണ്. ജാഫർക്ക ബ്ലാക്ക് ആണ്. ഐസി ബ്ലാക്ക് ആണ്. റാഫി ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഡേ ആണ്. ഞങ്ങളൊക്കെ ഞാൻ വൈറ്റ് സാരി വിത്ത് ഗ്രീൻ ബ്ലൗസ്. ഞാൻ റെഡ് ബ്ലൗസ് വിത്ത് വൈറ്റ് സാരി. ഞങ്ങളെ സാരി ഒക്കെ സെയിം ആട്ടോ. എന്റേത് ഉമ്മാൻ്റെത് ഷിങ്കുൻ്റെത് ആയിഷൻ്റെത് എല്ലാവരും സാരി. ആദ്യം ഞങ്ങൾ ഈ 4 പേര് ഓണപരിപാടിക്ക് പിന്നെ ഭാവിന്റെ അവിടുത്തെ ഒരു മാത്രമേ ഉണ്ടായൂ പ്ലാനിങ്ങിൽ. പിന്നെ അതിങ്ങനെ കൂടി 40 മെമ്പേഴ്സ്. ഇവിടെ ഇങ്ങനെയും കൊള്ളും തോന്നുന്നു. ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം, പിന്നെ അവിടെ ഇടാം. സെറ്റാ. പിന്നെ 40 പേര് എന്ന് പറയുമ്പോൾ അതില് 5-6 ആൾക്കാർ കുട്ടികളായിരിക്കും. അതൊന്നും വിഷയമില്ല. നമുക്ക് എന്താ ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം ആൾക്കാർ ഇരുത്തിയാൽ മതി. എല്ലാം ഇട്ടതിന് ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കട്ടെ, അല്ലെങ്കിൽ ഇമ്മ ഓടിക്കും. അവൻ്റെ പുതിയ ചെരുപ്പാട്ടോ ഗൈസ്, ഇന്നലെ മേടിച്ച. അതെ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ ഇതിന് ശേഷം. ഓക്കെ. ഉറി കെട്ടുള്ള ഇതൊക്കെയുണ്ടോ നോക്കട്ടെ. ഉറി കെട്ടുന്ന ആരൊക്കെയാ? എന്റെ മോനെ ഇത്ര ഇത് ഉറി കെട്ടാനുള്ളതാ കേട്ടോ. എന്താ ആയിഷൻ്റെ ഉപ്പ ഐശൻ്റെ ഉപ്പ ചട്ടിയൊക്കെ വരച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാ ചെയ്യുന്ന പരിപാടി? നിങ്ങൾ വേറെ സ്ഥലത്ത് എഴുതിക്കോ. അതാ ഐസിന്റെ കച്ചറ ഇതിൽ കണ്ടേ. ഇതെന്താ കുത്തി വരച്ചിക്കണേ? റോവൽ ആദം ദൈവൻ മുറ്റം. ഞാനെഴുത്. ലൂ ഇവിടെ എഴുത്. അവിടെ എഴുതിക്കോ. ലൂയി നല്ല പൂവൊക്കെ വരയ്ക്കുന്നുണ്ട്. ഐസി എന്താ എഴുതുന്നേ? നമുക്കിനി മുകളിൽ പോയി നോക്കാം. മുകളിൽ പോയിട്ട് എന്താ സ്ഥിതി നോക്കട്ടെ. ഇവിടെ ഉറി കെട്ടുന്ന ആൾക്കാർ. അല്ല ഇതിങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടോ ആര് വിളിക്കൂ? അത് കണ്ടു കാണിച്ചെടുത്ത് എന്താ? ഓയ് ഞാനാ വേണ്ട, അവിടെ നിന്നോ. പരിപാടിയിലാണ്. അപ്പൊ ഞാൻ ഐഷയും കൂടിയും ഞാൻ ആദ്യം അലങ്കരിച്ചു. അതിന്റെ ഐഷ അതിന്റെ അലങ്കാര പണികളൊക്കെ വന്നിട്ടുണ്ട്. ഉറിയടീന്റെ അവിടെ അതിലും അലങ്കരിച്ചിട്ട് ഐഷന്റെ ഡാഡി ഫുൾ ഇതൊക്കെ കെട്ടി നല്ല ഇപ്പൊ ശരിക്കും ഓണായില്ലേ? അതൊക്കെ നോക്ക്, അതൊക്കെ ഒരു കുറെ എഫേർട്ട് ഉണ്ട് കേട്ടോ. ഓ അത് കുടുങ്ങിയല്ല. ഒരൊറ്റ മിനിറ്റ്, അത് വലിയ വടി ഉണ്ടോ? അക്കു വലിയ വടി ഇട്ടോ? വേറെ സാധനം കാണിച്ചു. ഇത് ഈ കയറ അങ്ങോട്ടേക്ക് ഇടാൻ. കയറ ബിസ്ക്കറ്റാ. ഇക്കാക്കാന്റെ പ്രേമത്തിൽ അനിയൻ ഒരു വെല്ലുവിളി. എത്ര ബോക്സ് എഴുതി മാറ്റും അവിടെ കൊണ്ടേ കുത്തി വരിക. ഇതൊക്കെ ഇത് ഓനെ എഴുതും. റൂമോ ഇത് ഓനെ എഴുതും. അപ്പൊ ലൂയി കൊണ്ടേ കുത്തി വരയ്ക്കും. എന്താ എത്ര ബോക്സ് മാറ്റിന്നറിയാം. അവസാനം ഒന്ന് കിട്ടി. തോട്ടിയോ? ഇത് നമ്മളത് ഇങ്ങനെ ഈർപ്പം ആയി വരുന്നുണ്ടല്ലേ. അപ്പൊ ഗൈസ് എല്ലാവർക്കും സാരി ഒക്കെ എടുക്കണ്ടേ?
ഡ്രസ്സൊക്കെ മാറണ്ടേ? ഡ്രസ്സൊക്കെ മാറണേ? ഓക്കെ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എല്ലാവരും പുറത്ത് പണിയെടുക്കുക. പിന്നെ ഈ 1 മണിക്കൂറായിട്ട് അതിന്റെ വ്ളോഗിൽ എടുക്കാൻ വേണ്ടിട്ട് മാത്രം പണിയെടുത്തുക. അവരുണ്ടോ മോള്? ഇവനെ കുറച്ചേരം മേലോട്ട് നോക്കിയെടുത്ത്. ഐസി മാറ്റി, അത് മാറ്റി. മോൻ കാണിച്ചിട്ടുണ്ടോ? അമ്മ മാസ്ക് വെച്ചതാ. നോട്ടെ ലൂയി, നോട്ടെ ലൂയിന്റെ മുണ്ട്. ലൂയി ജുബയും മുണ്ടൊക്കെ ഇട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്ത്, ഞാൻ മാത്രമല്ല ഉമ്മ, പിന്നെ ചിങ്കു, എല്ലാവരും സാരി ധരിച്ച. അത് എൻ്റെ സാരി കേട്ടോ. ഞാൻ എപ്പോഴും 3 അയ്യോ മഴ പെയ്തല്ലോ. ഇങ്ങോട്ട് കാണിച്ചതാ. ഓക്കെ, ചിങ്കൂട്ട് നോക്കട്ടെ. ഇത് ഐശന്റെ ഉമ്മ കേട്ടോ. ഐശന്റെ ഉമ്മ സാരിയൊക്കെ എടുത്ത്. ചിങ്കു മഴ തുടങ്ങിയല്ലോ. ചിങ്കു സാരിയൊക്കെ എടുത്ത്. എല്ലാരും മുണ്ട്, എല്ലാരും മുണ്ട് മാത്രമല്ല, എല്ലാരും ബ്ലാക്ക് ഷർട്ടുകളാണ്. ഇനി ഇത് ഉമ്മാനെ കാണിച്ചുതരാം. ഉമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സുന്ദരിയല്ലേ? ഞങ്ങളൊക്കെ ഒരേ സാരിയാ കേട്ടോ. ഞാൻ, ആയിഷ, അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. ഉമ്മച്ചിക്ക് നല്ല പനിയാട്ടോ. എന്നിട്ട് ഉമ്മച്ചി വന്നോ? ഉമ്മച്ചി വന്നിട്ടുണ്ട്. ചെറുപ്പയും ബ്ലാക്കാന്ന്. ചെറുപ്പയും ബ്ലാക്ക് ഇല്ല, ഉമ്മച്ചിക്ക് പനിയാ. ഉമ്മച്ചി വരുന്നില്ല എന്ന് പറഞ്ഞതാ. ഉമ്മച്ചിന് ഉമ്മച്ചിക്ക് പനിയാ. ഉമ്മച്ചിക്ക് പനി ആയപ്പോ താത്താക്ക് മടി. ചെറുപ്പയും ബ്ലാക്ക് ആണല്ലോ. കുജാര കല്യാണത്തിന് വാങ്ങിയതാ. ഇതുവരെ ഇട്ടിട്ടില്ല. അതൊക്കെ കണ്ടോ? പോയി കടന്നോളി. മഴ ഉള്ളണ്ടോ? കറിക്കുള്ളു. ചെറുപ്പം എല്ലാരും ബ്ലാക്കായി. പൈസ ഉണ്ടോ? ഫസ്റ്റ് അടിക്കുന്ന ഒരു 1000 റുപ്യ ഓന്റെ വക. യാസീൻ വ്ളോഗ്സിന്റെ ഞാൻ അവരോട് പറഞ്ഞു നമ്മളെ ക്യാമറയിൽ ഒപ്പിയെടുക്കണം. ചെക്കന്റെയും പെണ്ണിന്റെ കല്യാണത്തിനോ ചെക്കന്റെ ആള്. അപ്പൊ എല്ലാരും ഒന്നും ഫുഡ് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും സെറ്റ്. ഉമ്മച്ചില്ലാർന്നപ്പോ പിന്നെ എനിക്ക് മടി. എന്തിനു ഞങ്ങളൊക്കെ ഇല്ലേ? ചെറുപ്പം വേഗം പോയി വേഗം ഇറങ്ങാറ്. അപ്പൊ പിന്നെ അതിനായിട്ട് പിന്നെ ഒരു സാരി അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. മടി ഞാൻ ഒറ്റക്കല്ലേ. അതിനെന്താ ഇവരെല്ലാരും ചിലപ്പോ നമുക്ക് വേഗം പോയി വേഗം ഇറങ്ങാറില്ല. എന്താണ് നിങ്ങളൊന്ന് മുട്ടായി കൊണ്ടുവരഞ്ഞേ? എന്തെങ്കിലും തിരക്കുണ്ടോ? അമ്മച്ചോടെ കടന്നോളും. എന്നാ വരും. കേറി ഒന്നും ആക്കി കൂട്ടിയിട്ടില്ല. എല്ലാവർക്കും പനി ഇവിടെ. പനി വിട്ടല്ലോ ഇപ്പൊ. വരി കേറി. എന്നാ വരി. ഇനി നമ്മക്ക് എന്താണ് സദ്യ കഴിഞ്ഞ് ആദ്യം വെള്ളം കൊടുക്കല്ലേ, എന്നിട്ട് സദ്യ കഴിഞ്ഞിട്ട് ബാക്കി. ഇതാ ഗൈസ്, നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാ ഇത് പുതിയ വ്ളോഗ് കേട്ടോ. നിനക്ക് പനിയാന്ന് കേട്ട് അവിടെ റൂമുണ്ട്, കാഷ്വാലിറ്റി ഉണ്ട് റൂമിൽ. 2 പേര് ഓൾറെഡി കിടക്കുന്നുണ്ട് അവിടെ. ഉമ്മച്ചിയും താത്തയും. ഇത് കണ്ണാപ്പിന്റെ ഉമ്മ കേട്ടോ, ഷെബീറിന്റെ. ഇത് കണ്ണാപ്പിയാണ്. ഇത് വേറെ വ്ളോഗാണ്. ഇത് ഞങ്ങളെ വ്ളോഗ്. നല്ല മൈലാഞ്ചി കിട്ടില്ലല്ലോ. സ്വന്തട്ടോ ഒക്കെ വർത്താനം പറയാൻ തന്നെ വയ്യ. അമ്മ പപ്പടം പരിക്കാം കേട്ടോ. നമ്മള് ഫുഡ് ഇപ്പൊ വിളമ്പിട്ടതാ. ഇലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഉമ്മച്ചിയും താത്തയും കൂടെ എന്താ പറയാ, രസം, മോരുകറി, പിന്നെ ഇതാ പുളിഞ്ചി കണ്ടോ. ഉമ്മ പുളിഞ്ചി ചൂടാക്കണം. ജാഫർക്ക് ഇതാ അവിടെ പാട്ട് ഓഫാക്കാൻ പറയേ.
ഒന്ന് പോസ്റ്റ് അറിയോ? അതൊക്കെ എന്റെ കുട്ടീനെ ഐസിനെ മാവേലിയാക്കി കേട്ടോ. അതൊക്കെ എന്ത് സാധന നോക്ക്. ഇതൊക്കെ ജാഫ മാവേലിയാക്കണ ആരെ നോക്ക്, ഐസിനെ. ഐഷ ബാ ഗൈസ്, നമ്മളെ മാവേലി വരുന്നുണ്ട്. മാവേലി വേറെ ആരുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് എന്റെ ഒരു കാര്യം കിട്ടിയില്ല മാവേലിയാക്കാൻ. എന്നിട്ട് അവസാനം എന്റെ ഐസിനെ പിടിച്ച് മാവേലിയാക്കി. ജിമ്മൻ മാവേലി കേട്ടോ, ജിമ്മൻ മാവേലി. ഓർക്ക് എന്ത് പാതാളോ, ഓർക്ക് പാതാളം എന്നറിയില്ല. അവിടെ നടന്നോ, അവിടെ നടന്നോ, കയ്യൊക്കെ തരണോ? അനുഗ്രഹമൊക്കെ വേണം. അങ്ങനെ എങ്ങനെ വരണോ? അവർക്ക് മാവേലിനെ ആരും കിട്ടിയില്ല, അവസാനം ഐസിനെ കിട്ടി. ഷാളില്ല, വൈറ്റില്ല. മാവേലിക്ക് ഫുഡൊന്നുമില്ല അണ്ടർഗ്രൗണ്ടില്. എല്ലാരും കൈയൊക്കെ എടുക്കേ. അവിടെ സൂം ചെയ്തോ. സ്വന്തം ഹലോ മാവേലി, മാമാ. ഹലോ കൊച്ചു മാവേലി. അനിയനല്ലേ? അപ്പൊ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അനുഗ്രഹം കൊടുക്കും. കൈ എടുക്കാന് മാവേലിന്റെ മുഖം ഒന്ന് ക്യാമറയിൽ വരട്ടെ. മാവേലിയുടെ മുഖം ഒന്ന് ക്യാമറയിലോട്ട് വരട്ടെ. സൂപ്പറാ. പല്ല് എടക്കൂടെ പല്ല് വലിയ രക്ഷമല്ല. ഞാൻ വിചാരിച്ചു വയസ്സൻ മാവേലിയാ. അപ്പൊ ആ പിന്നെ ഇലയിലല്ലോ. അല്ല എന്നാ പിന്നെ അതിലായാലും വിഷയമില്ലല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അതിപ്പോ അത് മതി. ആയിട്ട് ഉപ്പിടാൻ പോവാട്ടോ. ഓക്കെ, താങ്ക് യു. എങ്ങനെയായാലും ഇവരെ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുള്ളൂ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, ബിസ്മി. ഇങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തോ. ഇത് ഇരുന്ന് നീക്കാൻ വലിയ രസമൊന്നുമില്ല. ഈ 2 ഗ്ലാസ് വെച്ചോളി. അപ്പൊ ഗൈസ്, നമ്മൾ ചോറ് വിളമ്പുകയാണ്. ചോറ് വിളമ്പുന്ന ഫസ്റ്റ് ചോറ് അൽ റുവക്ക് റുവക്ക് ഉദ്ഘാടനം. എല്ലാരും ഇരുന്ന് ഇരിക്കും. എല്ലാരും ഇരിക്കും. കുഴിക്ക് കുഴി. ചോറിട്ട് കഴിഞ്ഞാൽ നെയ്യ് വേണം. നെയ്യില്ല. മാവേലിന്റെ ഷർട്ട് എവിടെ പോയി? എങ്ങനെയുണ്ട്
സദ്യ എങ്ങനെയുണ്ട്? സാറേ നിങ്ങൾക്ക് പനിയായിട്ടൊന്നും ടേസ്റ്റ് കിട്ടില്ലേ? പറയൂ രൂപ, എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? താത്ത പറയും അവീസ് ദ സദ്യ ഏതാ ഏറ്റവും ടേസ്റ്റ്? അടിപൊളി. ആ ഇഷു ഇതാ ഇതിങ്ങനെ ഇട്ടുന്നത്. വാട്ട് ഈസ് ദിസ് ഇഷു? ഇതാ മാവേലി താടി മീശയൊക്കെ വെച്ചിട്ട് ഇരിക്കണം കേട്ടോ. എന്താ വേണ്ടേ? മോര ആ ഇഷു ഇത് മോര എങ്ങനെയുണ്ട്? സൂപ്പർ. അത് കേട്ടാ മതി. ഇവരൊക്കെ ഫുള്ള് കഴിച്ച. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? എല്ലാവരും തിരക്കിലാണ് അല്ലേ? അടിപൊളി എന്താ പറയാ. എങ്ങനെയുണ്ട്? ഇനി അട വരാണ്ട് ഉറപ്പാ. അടപ്പായസം അത് നിങ്ങൾ അത് കഴിച്ചു തരുമ്പോ തരും. ഇലയിലാണ് തരാ. ആ ശരിയാ. ചോറിട്ടെ അക്കു? ചോറ് ഇതാ അവിടെ ചോറ് കൂട്ടുകറി ഏതാ വേണ്ടേ? പായസം ഇതാക്കണ ഇവിടെ കഴിയാനാവുന്നുള്ളൂ. ഏതാ ഇവിടെ ചോറ് കൊടുക്കണേ കേട്ടോ. ചോറ് കൊടുക്കണേ. ഒരു കുട്ടി ഇവിടെ കൂട്ടടിയാണ്. പറയേ നമുക്കും വേഗം നമുക്ക് ഈ ഇരുത്തം അങ്ങനെ ഇരുന്നാ മതി എല്ലാവർക്കും. ഇനി ആരാ വരാളെ? ആ ഒരു ഇതിലിരുന്നോട്ടെ. രണ്ടല്ല ടേബിളില്. ആ പിന്നെ നമ്മൾക്ക് ഇവിടെ ഇരിക്കാം. ഇനി നമുക്ക് ചോറ് മാത്രം ഇട്ടാ മതി. ഉമ്മ ഉണ്ട്, ഇവിടെയുണ്ട്, പുറത്തുണ്ട്. റാഫി നീ ഇരിക്കി. മതി നീരുന്നോ. ഇവര് ഇതാക്കിക്കോളൂ. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് എ കോമൺ മാൻ. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് എ കോമൺ മാൻ. അതെ ശിങ്കുടെ വിളിക്കും. ഉമ്മ അതെ ഞങ്ങള് ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് മൈക്കില്ല നന്നാ മൈക്ക് പിടിച്ചോ. പറയൂ എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. ഭാവിന്റെ കയ്യിൽ വരാത്തോണ്ട് നല്ല രസം. അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ചിങ്കു അവരൊക്കെ പോയിട്ട് ഗൈസ് അപ്പൊ ഇതാക്കണേ എന്താണ് ലെമൺ സ്പൂൺ പരിപാടിയാണ്. എന്താ പരിപാടി എന്നൊന്ന് നോക്കാവാ. ഇവിടുന്ന് സ്റ്റാർട്ടിങ് അവിടെ എൻഡിങ്. അവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടുന്ന് എൻഡിങ്. റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ് സൗണ്ട് അതോന്റെ അപ്പൊ 3 2 1 സ്റ്റാർട്ട്. എടുത്തോ. അതോ
വാശിയാണ്. അവർക്ക് വീഴും. അയ്യോ അവൻ കളി ഫസ്റ്റ് ഇട്ടത് ഒരു കള്ളക്കളി കളിച്ച് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പൊ നമ്മൾ രണ്ടാമതൊന്നും എടുക്കാണ്. ധീര് പോയി എടുത്തോ. അയ്യോ ഇല്ലാത്ത ഉപ്പിച്ചു പോയാ ഇതൊക്കെ കാറ്റത്ത് വീണ്ടും പറന്നുപോയി. അത് അടുത്ത ഐറ്റം നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കരുത് കേട്ടോ. അവിടുന്ന് എടുത്തിട്ട് വരാൻ പാടുള്ളൂ. അടുത്ത ഐറ്റം മോതിരം. ക്ലൂ ഒന്നുമില്ല. 1 2 3 100ന്റെ നോട്ട്. അടുത്തതായി ചൂല്. താക്കോല്. കറങ്ങണ്
അടിച്ചോ ഗൈസ് അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഗെയിമിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഓണം പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം.